നിങ്ങൾ ദിവസവും ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ മണിക്കൂറുകളോളം ഒറ്റയിരുപ്പ് ഇരിക്കാറുണ്ടോ? അത് കമ്പ്യൂട്ടർ മുന്നിലായാലും മീറ്റിങ്ങിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രാവേളയിലായാലും, അതായത് ജോലിയിൽ നിന്നുള്ള സ്ട്രെസ് കുറയ്ക്കുന്നതിനായി മൂന്നാറിലേക്കോ മറ്റോ ആണെങ്കിൽ പോലും ദീർഘനേരം ഇരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ നിശബ്ദമായി ബാധിക്കുന്നു. ഞാൻ പറഞ്ഞത്, ജോലിയിൽ നിന്ന് റിലാക്സ് ചെയ്യാനായി ലോങ് റൂട്ടിൽ വണ്ടിയിൽ ഇരുന്ന് പോകുന്നത് പോലും വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്നതാണ്. ഈ അടുത്ത കാലത്തായി നമ്മൾ കണ്ട നമ്മുടെ തന്നെ സഹപ്രവർത്തകർ ജോലി കഴിഞ്ഞ് വൈകിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഹൃദയാഘാതം വന്ന് തലയിടിച്ച് വീണ് മരണപ്പെട്ട വാർത്തകൾ. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ വാർത്തകൾ വരുന്നു. സാധാരണയായി സെഡൻഡറി ജോലികൾ എന്ന് വിളിക്കപ്പെടുന്ന നീണ്ട ഇരിപ്പ് ആവശ്യമായ ജോലികൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കുതിച്ചുയർന്നതായി ഗവേഷണങ്ങൾ കാണിക്കുന്നു. എന്നാൽ ദിവസവും മണിക്കൂറുകളോളം ഇരിക്കുന്നത് കാലക്രമേണ നിങ്ങളുടെ ഹൃദയാഘാത സാധ്യത 47% വരെ വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ദിവസേന 1 മണിക്കൂർ ഇരിക്കുന്നത് നിങ്ങളുടെ അപകട സാധ്യത ചെറുതായി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ മണിക്കൂറുകൾ കൂടുന്നതിനനുസരിച്ച് അപകടത്തിന്റെ സാധ്യതയും വർദ്ധിക്കുകയാണ്. നമുക്ക് അത് ഇല്ലാതാക്കേണ്ടതുണ്ട്. ഓരോ മണിക്കൂർ ഇരിക്കുമ്പോഴും നിങ്ങളുടെ അപകട സാധ്യത വർദ്ധിക്കുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ്. 1 മണിക്കൂർ ഇരുന്നുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഹൃദയാഘാത അപകടത്തിന്റെ സാധ്യത 5% വർദ്ധിക്കുന്നത്. 4 മണിക്കൂർ ഇരിക്കുന്ന ഒരാൾക്ക് 17% വർധനവ്. 8 മണിക്കൂറോ അതിൽ കൂടുതലോ ഇരിക്കുന്ന ഒരാൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ 50% തൊട്ടടുത്ത് വരെ, അതായത് 47% വരെയാണ് ഹൃദയാഘാത സാധ്യത. ഇതിവിടെ അവസാനിക്കുന്നില്ല. വർഷങ്ങളോളം ഇത്തരത്തിലുള്ള സെഡൻഡറി ജോലികൾ ചെയ്യുന്ന ഒരാളിൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ അപകട സാധ്യത അപകടകരമായ തലത്തിലേക്ക് വർദ്ധിക്കുകയാണ്. ദീർഘനേരം ഇരുന്നുള്ള ജോലിയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് 10 വർഷത്തേക്കുള്ള ഒരു യാത്ര നടത്തി നോക്കാം. 1 വർഷത്തെ നീണ്ട ഇരിപ്പിന് ശേഷം നിങ്ങളുടെ ഹൃദയാഘാത സാധ്യത 10% വർദ്ധിക്കുന്നത്. 5 വർഷത്തിൽ ഇത് 37% ആകുന്നു. പിന്നെയും മുന്നോട്ട് നോക്കിയാൽ 10 വർഷം കൊണ്ട് അത് അതിശയിപ്പിക്കുന്ന 97% എത്തുന്നു. അതെ, നമ്മളൊക്കെ ഇപ്പോൾ ഏതാണ്ട് 10 വർഷമോ അതിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ 10-ന് മുകളിലോ കൊല്ലമായിരിക്കുന്നു ഇരുന്നുള്ള ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കൂടുതൽ നേരം ഇരിക്കുന്നത് നിങ്ങളുടെ രക്തചംക്രമണം മന്ദഗതിയിലാക്കുന്നു. ഏറ്റവും പ്രധാനമായ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രക്തചംക്രമണം നടത്തുന്ന തുടകളിൽ കൂടുതൽ രക്തം പൂൾ ചെയ്യപ്പെടുന്നു. അത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ക്രമേണ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം ഉൾപ്പെടെ പേശികളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതിനെല്ലാം നല്ല വാർത്തയുണ്ട്. ലളിതമായ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ അവസ്ഥയോട് പോരാടാം. നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാം. എങ്ങനെയെന്നോ? ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് നടത്തം അല്ലെങ്കിൽ സ്ട്രെച്ച് ബ്രേക്ക് എടുക്കുക. നമുക്ക് ഓഫീസിൽ പ്രിന്റർ കുറെ ദൂരെ ക്രമീകരിക്കാം. ഓരോ സർവീസും കഴിഞ്ഞ് പ്രിന്റ് കൊടുക്കുന്നതിനായി കുറച്ച് എഴുന്നേറ്റ് നടക്കാം. ദിവസത്തിന്റെ ഒരു ഭാഗം, അതായത് 11 മണി വരെ ഇരുന്നും പിന്നെ നിന്നും ജോലി ചെയ്യാം. നിൽക്കുമ്പോൾ ഒരു സ്റ്റാൻഡിംഗ് ഡെസ്ക് ഉപയോഗിക്കാം. കൂടാതെ നിങ്ങളുടെ ദിനചര്യയിൽ 30 മിനിറ്റ് വ്യായാമം ഉൾപ്പെടുത്താം. സമീകൃത ആഹാരം കഴിക്കാം. സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാം. തുടങ്ങിയ ഹൃദയാരോഗ്യകരമായ ശീലങ്ങൾ പരിശീലിക്കാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ഒരു സെഡൻഡറി ജോബ് എന്ന ഓമനപ്പേരുള്ള ലളിതമായ ജോലി നിങ്ങളുടെ ഹൃദയത്തെ നിശബ്ദമായി ഉപദ്രവിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഇരിക്കുന്ന സമയം കുറയ്ക്കാനും നിങ്ങളുടെ ഭാവി സംരക്ഷിക്കാനും ഇന്നു തന്നെ നടപടികൾ എടുത്തു തുടങ്ങുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ദീർഘനേരം ഇരിക്കുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിന് നിങ്ങളുടെ സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ഈ വീഡിയോ പങ്കിടുക. നന്ദി, നമസ്കാരം.